ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് മെഷീൻ ലേണിംഗ് എന്നാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് വരുന്നതിന് മുമ്പ് ആളുകൾ റൂൾ ബേസ്ഡ് അപ്രോച്ച് ആയിട്ട് വരുന്നത്, അതായത് ഹാർഡ് കോഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഒരു കാര്യം ചെയ്യാനുള്ള ആൽഗോരിതംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതായത് ഉദാഹരണത്തിന് നമുക്ക് ഒരു ഇമെയിലിനെ ക്ലാസിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു സ്പാം ഇമെയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇമെയിലുകളിൽ ഒരുപാട് സ്പാം ഇമെയിൽ വരും. അപ്പോൾ സ്പാം ഇമെയിലിനെ സ്പാം ആണോ അല്ലേ എന്ന് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ മുമ്പ് ചെയ്തിരുന്ന എന്താന്ന് വെച്ചാൽ ഇതിൽ ചില വാക്കുകൾ നോക്കും, അല്ലെങ്കിൽ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. ഗ്രേറ്റ് ഓഫർ, എക്സൈറ്റിംഗ് ഓഫർ, യു ഹാവ് വൺ ലോട്ടറി, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടായാണ്ട് ആയിരുന്നു റൂൾ ബേസ്ഡ്. അപ്പം അത് സ്പാം ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ML-ന്റെ അല്ലെങ്കിൽ AI-ന്റെ വരവോടുകൂടെ ഇത് വളരെ ഈസിയായി മാറി. നോർമലി ഒരു ഇമെയിൽ വരും, നമ്മളിതിനെ സ്പാം ആണല്ലോ അത് ML പറയും. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ, അതായത് ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ് ഇതൊരു ആപ്പിൾ, അല്ലെങ്കിൽ ഇത് ആണ് ഓറഞ്ച്, അല്ലെങ്കിൽ ഇതാണ് റെഡ്, അല്ലെങ്കിൽ ഇതാണ് ഗ്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണ്. നമ്മളൊരിക്കലും റെഡിനേക്കാളും ഇതായ കളറ് അങ്ങനെയല്ല പറയുന്നത്. കുട്ടിക്ക് ഒരുപാട് തവണ ഓറഞ്ചിന്റെ കളർ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ആപ്പിൾ കാണിച്ചിട്ട് ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പിലുള്ളതല്ല ആപ്പിൾ, ഇതാണ് ആപ്പിൾ. ആപ്പിളിന്റെ പിക്ചർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൂച്ചയെ കാണിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും മൃഗത്തെ കാണിക്കുകയാണെങ്കിൽ ആ മൃഗത്തിന്റെ ഫോട്ടോസ് റിപ്പീറ്റഡ് ആയി കാണിച്ചിട്ട് ഇത് പൂച്ച 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 എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ മീശയുള്ളതും ഇതുള്ളതും പൂച്ചയാണ് അങ്ങനെയല്ല നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ നമ്മൾ പഠിപ്പിക്കുന്നതിനാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന അപ്രോച്ച് മെഷീൻ ലേണിങ്ങിന്റെ. അപ്പോൾ നമ്മൾ ലേബൽ വെച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് മെഷീൻ സ്വയം പഠിക്കുക. അതായത് നമ്മൾ റൂൾസ് കൊടുക്കല്ല, മെഷീൻ പഠിച്ചിട്ട് മെഷീൻ സ്വയം മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഈ റെഡ് കളറിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ളതാണ്, അപ്പോൾ ആപ്പിൾ എന്ന് മെഷീൻ സ്വയം പഠിക്കുക. നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് റൂൾ പഠിപ്പിക്കാതെ നമ്മൾ ആപ്പിളിന്റെ പിക്ചറും ഓറഞ്ചിന്റെ പിക്ചറും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് മെഷീൻ സ്വയം ഒരു കുട്ടി പഠിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഡാറ്റയാണ്. അപ്പം ഡാറ്റ എന്ന് പറഞ്ഞപ്പോൾ ലെറ്റ്സ് നമ്മളെ ഇമെയിലിന്റെ കേസിന് എടുക്കുക. ഒരുപാട് ഇമെയിലുകൾ, ഇത് സ്പാം ആയിട്ടുള്ളതും സ്പാം അല്ലാതായിട്ടുള്ളതും കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനോട് പഠിക്കാൻ പറയും. ഇതിനോട് നോക്കിയിട്ട് ഇത് സ്പാം ആണ്, ഇത് സ്പാം അല്ല, ഇത് സ്പാം. അപ്പൊ സ്പാം ആയതും അല്ലാത്തതും ഒക്കെ എന്ത് ചെയ്യും, ഇത് നോക്കും. ഇത് നോക്കിയിട്ട് ഇത് സ്വയം ഒരു പാറ്റേൺ ഉണ്ടാക്കും. ചിലപ്പം എക്സൈറ്റിംഗ് ഓഫർ എന്ന് പറയുന്നതായിരിക്കും, ചിലപ്പം അത് ലോട്ടറി എന്നായിരിക്കും. പക്ഷെ ചിലപ്പം ചിലത് അങ്ങനെ ലോട്ടറി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സ്പാം അല്ലാത്തതും ഉണ്ടാവാം. അപ്പൊ ഇത് അതിന്റെ പാറ്റേൺ വെച്ചിട്ട് അതൊക്കെ ഒരുപാട് ഡാറ്റകളും ഇമെയിലുകളും നോക്കിയിട്ടുണ്ട്, ഇത് സ്വയം പഠിക്കും. അങ്ങനെയാണ് ഇത് ഇത്ര പവർഫുൾ ആയത്. ഇപ്പം ഡാറ്റ ഇത്ര അവൈലബിൾ ആയതുകൊണ്ടാണ് ML ഇത്ര പവർഫുൾ ആയിട്ട് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ബേസ്ഡ് ഓൺ ദാറ്റ് ഇതൊരു മോഡൽ ബിൽഡ് ചെയ്യും. അപ്പം ആ ഒരു മോഡലിന് എന്ത് ചെയ്യും, ഒരു ഇമെയിൽ വന്നാൽ ഇത് സ്പാം ആണോ അല്ലേ എന്ന് എന്ത് ചെയ്യും, കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് യൂസ് കേസ്, ഓൾമോസ്റ്റ് എല്ലാ യൂസ് കേസുകളിലും ഈ AI അല്ലെങ്കിൽ ML-ന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അലക്സ, ആമസോണിന്റെ അലക്സ, അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് വരുന്ന റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഇഷ്ടം എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന യൂട്യൂബിനാണെന്ന് പറയില്ല. അപ്പം തൊട്ടടുത്ത് തന്നെ നല്ല വീഡിയോ ഒന്നും, കാരണം നമ്മളെ ഹിസ്റ്ററി അത് യൂട്യൂബിന് അറിയാം. ബാക്കി അതുപോലെ നമ്മളെപ്പോലുള്ള ബാക്കിയുള്ളവരുടെ ഹിസ്റ്ററി അറിയാം. അപ്പം നമ്മളെപ്പോലുള്ളവർ കണ്ടത് ഏതാണോ അതുപോലെയുള്ളത് എന്ത് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ആ ബാക്കിൽ ഡാറ്റ വെച്ചിട്ട് ഇത് ലേൺ ചെയ്തിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ആമസോണിൽ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഷോപ്പ് ചെയ്യുമ്പോൾ അതിനടിയിൽ അതിന് റിലേറ്റഡ് ആയിട്ടും അതുപോലെ റെക്കമെൻഡഡ് സിസ്റ്റം, അതായത് ഇതും AI ബേസ്ഡ് ഡാറ്റ വെച്ചിട്ട് സെല് ചെയ്യണം. അതുപോലെ ഇപ്പം GPT, ഇപ്പം നിങ്ങൾ GPT-നോട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതും നിങ്ങളോട് ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കേണ്ടത് ഇതിൽ ഏത് റെസ്പോൺസ് ആണ് നല്ലത്. അപ്പം GPT സ്വയം നിങ്ങളെ ഉപയോഗിച്ചിട്ട് അത് സ്വയം പഠിക്കുകയാണ്. അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ AI ക്യാമറ. അപ്പോൾ AI ക്യാമറേൻ്റെ ഒക്കെ ബാക്ക് എൻഡിൽ എന്താ വർക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ മെഷീൻ ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ആപ്പിൾ, ഇതാണ് ഓറഞ്ച്, അല്ലെങ്കിൽ ഇതാണ് റെഡ് കളർ, അല്ലെങ്കിൽ ഇതാണ് ഗ്രീൻ കളർ, അല്ലെങ്കിൽ ഇതാണ് ഓറഞ്ച് കളർ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ AI ക്യാമറൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇത് ഒരു ട്രാഫിക് വയലേഷൻ ആണ്, ഇത് വയലേഷൻ അല്ല. ഇത് അങ്ങനെയുള്ള റൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് മോഡൽ സ്വയം പഠിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ലേബൽ ഓൾറെഡി കൊടുത്തിട്ട് ഇത് പഠിക്കുന്നതിനാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. നമ്മളെ സൂപ്പർവിഷൻ ഉണ്ട്. ഇനിയുള്ളതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്, പക്ഷെ ഇതിന് ഇത് എന്താണ് പറയുക, ഒരു ലേബലില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസിന് വെയിറ്റും ഹൈറ്റും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള
ടീഷർട്ടിൻ്റെ സൈസ് കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കയ്യിൽ ടോട്ടൽ ഒരു 5 സൈസാണുള്ളത് വിചാരിക്കുക. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ 5 ക്ലസ്റ്ററാക്കി മാറ്റണം ഹൈറ്റ് ആൻഡ് വെയിറ്റിൻ്റെ ബേസിൽ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനുകളിലാണ് നമ്മൾ അവരോട് ചോദിക്കാതെ നമുക്കിത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ ക്ലസ്റ്ററിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ 5 ക്ലസ്റ്റേഴ്സായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അല്ലെങ്കിൽ അതായത് നമുക്കൊരു ലേബൽ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനിയുള്ളതാണ് ഇനിയിപ്പം വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ട് ഇനി ഭാവിയിലോട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ ChatGPT തന്നെ ഏറ്റവും പവർഫുൾ ആക്കിയത് ഇതാണ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും. ഇപ്പം നമ്മളൊരു കുട്ടി എങ്ങനെയാണ് നടത്തം പഠിക്കുക, നമ്മളൊരിക്കലും ഇത് സൂപ്പർവൈസ് ലേണിംഗിൽ പറഞ്ഞതുപോലെ ഇത് ഓറഞ്ചാണ് ആപ്പിളാണെന്ന് കാണിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ കുട്ടിയെ വിടും, നമ്മൾ കുട്ടീനോട് പറയുന്നില്ല ഇങ്ങോട്ട് ഇത്ര ഡിഗ്രി തിരിയാനോ, അല്ലെങ്കിൽ സൈക്കിൾ ഒരാൾ ഓടിക്കുകയാണ്, ഇപ്പോൾ സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ ഇത്ര ചവിട്ടണം, ഇത്ര ഇങ്ങോട്ട് തിരിയണം ഒന്നും നമ്മൾ പറയുന്നില്ല. അവർ സ്വയം ബാലൻസ് ചെയ്ത് സ്വയം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് ഞാൻ നല്ലോണം പോയപ്പോൾ ഞാൻ വീണു, അപ്പോൾ ഇനി അത്ര അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ അത് സ്വയം പഠിച്ചിട്ട് സ്വയം എക്സ്പെരിമെന്റ് ചെയ്ത് സ്വയം റിവാർഡ് എടുത്ത് പഠിക്കുക. അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഇനി വരാൻ പോകുന്ന ഡെക്കേഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ഈ മെയിനായിട്ട് 3 സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഇങ്ങനെ പ്രധാനമായിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് ആണ് മെഷീൻ ലേണിങ്ങിനുള്ളത്. ഇനിയിപ്പം ഈ മെഷീൻ ലേണിങ്ങിലുള്ള തന്നെ ഓരോ ആൽഗോരിതംസും അതിൻ്റെ ബേസിക് മാത്തും, അതുപോലെ ഇതിനെങ്ങനെ കോഡ് ചെയ്യാം, അത് നമ്മളെ യൂസ് കേസുകളിൽ എങ്ങനെ, നമ്മളെ ബിസിനസ് യൂസ് കേസുകളിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.